രാഹുൽ ഈശ്വറിനെതിരെ പരാതിയുമായി നടി ഹണി റോസ്. തനിക്കെതിരായ സൈബർ ആക്രമണത്തിന് കാരണം രാഹുൽ ഈശ്വറാണെന്ന് ഹണി റോസ്. വസ്ത്രസ്വാതന്ത്ര്യം തൻ്റെ മൗലിക അവകാശമാണ്. സൈബറിടങ്ങളെ തനിക്കെതിരെ തിരിക്കാൻ ആസൂത്രിതമായ നീക്കം നടത്തിയിട്ടുണ്ട്. ഇത്യാദി വിവരങ്ങളാണ് പുറത്തെത്തുന്നത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഫേസ്ബുക്കിലൂടെയാണ് ഹണി റോസ് തൻ്റെ പരാതി സംബന്ധിച്ച് അറിയുന്നത്. നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ് രാഹുലിനെതിരെയും, അല്ലേ? തീർച്ചയായും നിയമ നടപടികളിലേക്ക് നീങ്ങുന്നതിന്റെ തുടക്കം എന്ന നിലയ്ക്കാണ് ഹണി റോസ് ഇത്തരത്തിൽ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ പറയുന്നത് രാഹുൽ ഈശ്വറിനെ അഡ്രസ് ചെയ്തുകൊണ്ടൊരു കുറിപ്പാണ് സമൂഹ മാധ്യമത്തിലുള്ളത്. അതിൽ പറയുന്നത് താൻ കേസ് കൊടുക്കുമെന്ന് തന്നെയാണ്. അതിന്റെ തുടക്കം എങ്ങനെയാണ്? രാഹുൽ ഈശ്വർ, ഞാനും എന്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന് കാരണക്കാരൻ താങ്കളാണ് എന്നുള്ളതാണ്. അപ്പോ ഈ പഴയ പരാതിയുടെ കഥ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടപടിക്രമങ്ങളുണ്ടായ പരാതിയുടെ ഗോപി ചെമ്മണ്ണൂരിനെതിരെ നൽകിയ പരാതിയും അതിൽ കോടതി എടുത്തുന്ന ഒക്കെ വിശദീകരിച്ചിട്ട് പറയുന്നു, ഞാൻ നൽകിയ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എന്റെ നേരെ തിരിക്കാനും എന്നീ ഉദ്ദേശങ്ങളോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയായിരുന്നു താങ്കൾ ചെയ്തത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് താങ്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ, എന്റെ മൗലികാവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിക്കൊണ്ട ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന, എന്റെ തൊഴിലിന് നേരെ വരുന്ന ഭീഷണികൾ, തൊഴിൽ നിഷേധ ഭീഷണികൾ, അപായ ഭീഷണികൾ, അശ്ലീല ദ്വയാർത്ഥ അപമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ് എന്നതാണ് അതിൽ പരാതിയായി ഉന്നയിക്കുന്നത്. ഇത് കേസുമായി രാഹുൽ ഇങ്ങനെ കുറെ വിശദീകരിച്ചിട്ട് പറയുന്നു, രാഹുൽ ഈശ്വർ താങ്കൾ മാപ്പർഹിക്കുന്നില്ല എന്ന് ഹണി റോസ് വർഗീസും കുടുംബവും എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി പറയുന്നു, എന്റെ മൗലികാവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട്, എന്റെ മൗലികാവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട്, എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തണമെന്നുള്ള ഭീഷണിയുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുകയാണ് എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അതിനർത്ഥം രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഉടനെ പരാതി നൽകും എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് പരാതി എന്ന് വിശദമായി പറയുന്നുണ്ട്. രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹണി റോസിന്റെ പരാതിയിലെ കാതൽ. അതായത് ഈ വ്യവസായിക്കെതിരെ പരാതി നൽകുകയും വ്യവസായി ഗോപി ചെമ്മണ്ണൂർ ജയിലിലാവുകയും ചെയ്തതിന് പിന്നാലെ രാഹുൽ ഈശ്വർ ചില ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് തനിക്കെതിരെ അപമാനകരമായ രീതിയിൽ അതാണ് അതിനകത്ത് ഒഫൻസിന്റെ ഘടകങ്ങളുള്ളത്. ഒരു സാമൂഹിക വിഷയം എന്ന നിലയിലുള്ള പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യുന്നു. നിയമപരമായും അതിൽ ചില പ്രശ്നങ്ങളുണ്ട്, ആ ഘടകങ്ങളുണ്ട് രാഹുൽ ഈശ്വറിൻ്റെ പ്രവൃത്തി. കാരണം ഈ ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുകയും ഇരയാവുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പീഡനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഇരയാവുക ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു സ്ത്രീ എന്ന വ്യക്തി, നടി ഹണി റോസ്, അവർ മുമ്പോട്ടൊരു പരാതിയുമായി നിയമത്തെ ആശ്രയിച്ച് നീങ്ങുമ്പോൾ അത്തരം പീഡനങ്ങൾ ഉണ്ടാകാൻ കാരണം അവരുടെ വസ്ത്രധാരണമാണ് എന്ന അവരുടെ മൗലികാവകാശത്തെ ആക്രമിക്കുകയാണ്. അപ്പോൾ അവിടെ ക്രൈമിനെ പ്രോത്സാഹിപ്പിക്കുന്നു, ക്രൈം ചെയ്ത വ്യക്തിയെ ന്യായീകരിക്കുന്നു, മൗലികാവകാശത്തെ ധ്വംസിക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ നിയമപരമായി അതിലുണ്ട്. സാലി, തീർച്ചയായും അതിനേക്കാൾ പ്രധാനപ്പെട്ട ഇരയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് ഇരയെ അപമാനിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അത് ഒപ്പം തന്നെ അവരുടെ വസ്ത്രധാരണത്തിന്റെ പറഞ്ഞൊക്കെയാണ് അവരെ അപമാനിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വരെ ഈ രാഹുൽ ഈശ്വരൻ നടത്തിയിട്ടുണ്ട് എന്ന് ഈ ഹണി റോസ് ഇതിൽ പറയുന്നുണ്ട്. അതായത് വളരെ ആസൂത്രിതമായ സൈബർ ബുള്ളിങ്, അതിന് കാരണക്കാരൻ രാഹുൽ ഈശ്വറാണ്. അതിന് പ്രചോദനം നൽകിയത്, അതിനെ പ്രൊമോട്ട് ചെയ്തത്, ഒരു ഓർഗനൈസ്ഡ് ക്രൈം അതിനെ ആസൂത്രണം ചെയ്തത് ഒക്കെ രാഹുൽ ഈശ്വറാണ്. അതുകൊണ്ട് രാഹുൽ ഈശ്വറിനെതിരെ താൻ നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വറിനെതിരെ ഈ നടി ഒരു പരാതി രേഖാമൂലം പോലീസ് സ്റ്റേഷൻ നൽകിയാൽ രാഹുൽ ഈശ്വറിനെതിരെ ക്രൈം എടുക്കേണ്ടി വരും, പോലീസ് കേസ് എടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അത് പരാതി ലഭിച്ചാൽ ഉടനെ കേസ് എടുക്കേണ്ടി വരും, കേസ് എടുക്കുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യേണ്ടി വരും. രാഹുൽ ഈശ്വർ കുറ്റകൃത്യം ചെയ്തു എന്ന് പ്രാഥമികമായി ബോധ്യപ്പെട്ടാൽ അയാളെ പ്രതിയാക്കി കേസെടുക്കേണ്ടി വരും, തുടർന്ന് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. വളരെ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ്, ഗൗരവമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് പരാതിയായിട്ട് പോലീസിന് മുമ്പിലെത്തിയാൽ, ഇപ്പോൾ ഇത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ്, പക്ഷെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ പരാതി കൊടുത്തതായിട്ട് നമ്മുടെ അറിവിലില്ല. കൊച്ചി പോലീസിലായിരിക്കും. പക്ഷേ അത് കൊടുക്കുമെന്നതിന്റെ സൂചന തന്നെയാണല്ലോ ഫേസ്ബുക്കിലുള്ളത്.
തീർച്ചയായിട്ടും അത് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ആക്ട് ചെയ്യേണ്ടി വരും. നിയമം അങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് വിജയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും രാഹുൽ ഈശ്വർ കൂടി കുടുങ്ങുകയാണ് ആ വിഷയത്തിൽ. കാരണം ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, നിയമ നടപടിയിലേക്ക് പോവുകയാണ് രാഹുൽ ഈശ്വറിനെതിരെ. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് സലീം മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.